കേരളത്തിലിപ്പോൾ ഒരു പാരഡി ഗാനം വളരെ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും തന്നെ ഒരുപക്ഷെ ആ പാട്ട് കേട്ടിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ആ പാട്ട് വലിയ വൈറലായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ ചില ഭാഗങ്ങളിലൊക്കെ ആ പാട്ട് കേട്ടിരുന്നു, പക്ഷെ ഞാൻ കേട്ടിട്ടില്ല. അതുപോലെ മിക്ക ആളുകളും തന്നെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇത് വിവാദമായ സ്ഥിതിക്ക് ഈ പാട്ട് എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും. ആ പാട്ടിൻ്റെ ആദ്യം ഇതാണ്: പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറിയെ എന്നുള്ളതാണ്. സ്വർണ്ണപ്പാളികൾ മാറിയെ ശാസ്താവിൻ ധനം ഊറ്റിയെ എന്നുള്ളതാണ്. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞിട്ടാണ് ആ പാട്ട് വരുന്നത്. മോഹം മാറ്റിയത് ആരാണ്, ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞിട്ടാണ് ആ പാട്ട്. ആ പാട്ടിനെതിരെ യഥാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറയുന്നത് CPM തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പരാതി കൊടുത്തേക്കുന്നത് അവരെ ആക്ഷേപിച്ചു, അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള വികാരം വ്രണപ്പെട്ടു എന്നുള്ളതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ CPM പരാതി കൊടുത്തേക്കുന്നത് മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടി, യഥാർത്ഥത്തിൽ അത് കേട്ടപ്പോൾ പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ കേട്ടെങ്കിൽ പോലും അത് പോലീസ് കേസെടുക്കുമെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി പോലീസ് കേസെടുത്തു. ആ കേസെടുത്തു എന്നുള്ളത് കൊണ്ടിട്ട് CPMന് ഇത് അറിയാം കൃത്യമായിട്ട്. CPMന് ഇതൊരു വികാരവും വ്രണപ്പെടാനില്ല, ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാനില്ല എന്നുള്ളതറിയാം. ഇതൊരു പ്രശസ്തമായ പാട്ടിൻ്റെ പാരഡിയാണ്. അപ്പോൾ ആ പാട്ടിൻ്റെ പാരഡിയായിട്ടുള്ള ഈ പാട്ടിൽ ഇത്തരത്തിലുള്ളൊരു കാര്യം സംഭവിക്കുമ്പോൾ അടുത്തൊരു പ്രശ്നവും കൂടി വരുന്നുണ്ട്. കാരണം ഇത് എഴുതിയിട്ടുള്ളത് കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്നൊരു പേരാണ്. ആ കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന പേര് ഇതിനകത്ത് ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ ഇതിനകത്തൊരു സാധ്യത യഥാർത്ഥത്തിൽ വർഗീയമായി ചേരിതിരിവിന് CPM കാണുന്നുണ്ടോ എന്നുള്ള സംശയമാണ് സാധാരണക്കാരായ CPMൻ്റെ അനുഭാവികൾക്ക് പോലും ബലപ്പെടുന്നത്. അത് കൃത്യമായിട്ട് CPMൻ്റെ ഒരു സ്ട്രാറ്റജിയാണെന്ന് നമുക്കറിയാം. അല്ലാതെ CPMന് മുസ്ലിംസിനോട് എന്തെങ്കിലും വിരോധമുണ്ട് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയൊന്നും വിരോധമുള്ള ഒരാളല്ല പിണറായിയോ ഗോവിന്ദൻ മാഷോ അല്ലെങ്കിൽ ഞാൻ അറിയുന്ന CPM നേതാക്കളോ ഒക്കെ തന്നെ. അവരൊക്കെ വളരെ വിശാല ഹൃദയരായി ചിന്തിക്കുന്നവരാണ്. പക്ഷേ താൽക്കാലികമായി ഇപ്പോൾ ഇലക്ഷന് വോട്ട് കിട്ടാൻ വേണ്ടി BJP ഏതാണ്ട് വർഗീയമായിട്ടുള്ളൊരു ചേരിതിരിവുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മണ്ണിൽ ഇത് വളരെയധികം ഗുണം ചെയ്യുമെന്നും BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയിട്ടുള്ള 19.24% നിന്നും ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ 3.5%, 3.24% കുറഞ്ഞ് ഇപ്പോൾ 16% ആ 16% നിന്നൊരു 3-4% വോട്ടുകൾ കൂടി വീണ്ടും CPMലേക്ക് വരാൻ കഴിയുമെന്നും, അതുപോലെ സ്വതന്ത്രരായിട്ടുള്ള ആളുകൾക്ക് ഏതാണ്ട് 9% വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 9% വോട്ട് കിട്ടിയിട്ട് അതിനകത്ത് നിന്ന് തന്നെ ഒരു 2-3% കൂടി താങ്കൾക്ക് കിട്ടുമെന്നും, അപ്പോൾ അങ്ങനെ ഇലക്ഷൻ ജയിക്കാമെന്നുമൊക്കെയുള്ള പ്രത്യാശയിലാണ് ഇവർ തുടങ്ങുന്നത്. ഇത് ഈ പോറ്റിയെ കയറ്റിയോ സ്വർണം ചെമ്പായി മാറ്റിയോ എന്നുള്ളത്, അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഉപകരണമായി കൃത്യമായി ഉപയോഗിക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നു. പക്ഷെ ഞാൻ പറയുന്നത് അതൊരു വലിയ മണ്ടത്തരമായി പോയി എന്നുള്ളതാണ്. കാരണം CPM തന്നെ നേരിട്ടിറങ്ങുകയും CPMൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രാജു എബ്രഹാം തന്നെ വന്ന് ചർച്ചയ്ക്കിരിക്കുകയും മറുപടി പറയുകയൊക്കെ ചെയ്യുന്നത് വളരെ വലിയ അബദ്ധമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ രാഷ്ട്രീയമായി ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിൽ ഏതാണ്ട് വർഗീയമായിട്ടൊക്കെ മാനസികമായി വിഭജിക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഇടയ്ക്ക് ഇത് ചെറിയ തോതിൽ പ്രതിഫലനം ഉണ്ടാക്കും എന്നുള്ളതും അത് ചിലപ്പോൾ കോൺഗ്രസിന് എതിരാക്കി മാറ്റാനും ഒക്കെ സഹായിച്ചേക്കും. കാരണം ഇത് ഒരൊറ്റ ഇൻസിഡൻറ്റ് കൊണ്ട് സാധിക്കില്ല. പക്ഷെ അതിനോട് സീരീസ് ഓഫ് ഇൻസിഡൻസിന് ഇത്തരത്തിലുള്ളത് വരാനിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇത് മാത്രമായിട്ട് നമ്മൾ കാണണ്ട, ഇതിനോട് അടുപ്പിച്ച് തന്നെ തൊട്ടടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ കൂടി ഇന്ന് വന്ന് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത് മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത്. ആ കടന്നാക്രമിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് 5ാം മന്ത്രിസ്ഥാനം നിങ്ങൾക്ക് ഓർമ്മയില്ലേ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പോലും അവഗണിച്ചുകൊണ്ട് സ്വന്തം മന്ത്രിമാരെ പ്രഖ്യാപിക്കുകയും അധികാരങ്ങൾ കവർന്നെടുക്കുകയും മുസ്ലിം ലീഗ് എല്ലാ അധികാരങ്ങളും കൂടി മലപ്പുറത്തേക്ക് കൊണ്ടുപോവുകയും എല്ലാ അവകാശങ്ങളും മലപ്പുറത്തേക്ക് വേണ്ടി കൊണ്ടുപോവുകയും അത് തന്നെ മുസ്ലിം സമുദായത്തിലെ സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങേയറ്റത്തെ കടന്നാക്രമണമാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞേക്കുന്നത്. കൂടാതെ അദ്ദേഹത്തെ സാമ്പത്തികം ഉപയോഗിച്ചുകൊണ്ട് SNDP യോഗത്തെയും അദ്ദേഹത്തെയും ഒക്കെ അടക്കം തകർക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന വലിയ ആരോപണം കൂടി യഥാർത്ഥത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ കൂട്ടിവായിച്ചുകൊണ്ട് വേണം ഇനി യഥാർത്ഥത്തിൽ LDFൻ്റെ പ്രചരണം എങ്ങോട്ടായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും SDPയുടെയൊക്കെ കൂട്ടുകെട്ടാണ് ഇനി അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായി പ്രചരിപ്പിക്കാൻ CPM തയ്യാറെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ ഘട്ടങ്ങളായിട്ട് ഈ പറയുന്ന പോറ്റിയെ കയറ്റി എന്ന് പറയുന്ന ഗാനവും സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്ന ഗാനവും, അതുപോലെ തന്നെ ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പത്രസമ്മേളനം, ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ അലയൊലികളൊക്കെ നമ്മൾ കണ്ടാൽ മതി. കാരണം യഥാർത്ഥത്തിൽ
ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ ലോക്സഭയിൽ നേടിയതിനേക്കാൾ 2.5% വോട്ടുകൾ കൂടുതൽ നേടാൻ, ആ കൂടുതൽ നേടിയത് മുസ്ലിം സമുദായത്തിനടക്കമുള്ള വോട്ടുകളല്ലാന്നും പകരം ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തിനടക്കമുള്ള വോട്ടുകളാണെന്നും അതിങ്ങോട്ട് കിട്ടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും കൃത്യമായ വിലയിരുത്തൽ CPM-നുണ്ട്. അപ്പോൾ ആ CPM-ൻ്റെ രാഷ്ട്രീയത്തിൽ എടുക്കുന്ന തന്ത്രമായി നമ്മൾ മാത്രം കണ്ടാൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ലീഗ് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നവരാണ്, അവർക്ക് വലിയ പ്രാമുഖ്യം ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന ചർച്ചകൾക്ക് കൂടി തുടക്കമിട്ടിരിക്കുന്നു. അതുകൊണ്ട് പോറ്റിയെ കയറ്റി എന്ന് പറയുന്ന ഗാനം, ആ ഗാനം എഴുതിയത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ചില ആളുകളാണെന്ന് പറയുന്ന ധ്വനി, പ്ലസ് ഇന്ന് ഈ പറയുന്ന പോലെ വെള്ളാപ്പള്ളി നടേശൻ്റെ പത്രസമ്മേളനം, കൂടാതെ വെള്ളാപ്പള്ളി നടേശൻ്റെ പത്രസമ്മേളനത്തിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചു എന്ന് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പിണറായിയെ ന്യായീകരിക്കാനായിട്ട് സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നോ പൊളിറ്റ് ബ്യൂറോയിൽ നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നോ പോട്ടെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നോ പോലും ഒരാളും തയ്യാറാകാത്ത അവസരത്തിൽ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വന്നിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ഈ 10 കൊല്ലം ഭരിച്ചില്ലേ, 10 കൊല്ലം എല്ലാ ഗുണങ്ങളും കിട്ടിയില്ലേ, എല്ലാ ഘടകകക്ഷിക്കും ഒരു മന്ത്രിയെങ്കിലും കൊടുത്തില്ലേ, അത്തരത്തിൽ എല്ലാം കൊടുത്ത് എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും ഒക്കെ അനുഭവിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ദോഷം വരുമ്പോൾ അത് മുഴുവൻ പിണറായിയുടെയാണെന്ന് പറയുന്നത് എങ്ങനെ എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്, പിണറായി വിജയൻ്റെ ഈ പറയുന്ന പോലെ നാക്കും ഔദ്യോഗിക വ്യക്താവുമായി വെള്ളാപ്പള്ളി നടേശൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിൽ ഈ പറയുന്ന പോലെ CPM-ൻ്റെ അജണ്ട CPM-ന് കൃത്യമായി മറ്റേതെങ്കിലും പാർട്ടി സഹാക്കളെ കൊണ്ടോ ബാക്കിയുള്ളവരെ കൊണ്ടോ ഒക്കെ പറയിപ്പിച്ചാൽ അത് വലിയ നിശ്ചിതമായിട്ടുള്ള വിമർശനത്തിനിടയാക്കും. പക്ഷേ വെള്ളാപ്പള്ളി ആകുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, കൃത്യമായിട്ട് അതിനെ വിമർശിക്കാൻ പോലും പല ആളുകളും തയ്യാറാവില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് VD സതീശൻ എന്ത് ചെയ്തോളൂ, കുപ്പായം നയിപ്പിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം മിക്കവാറും ഈ പറയുന്ന പിണറായി തന്നെ അധികാരത്തിൽ വരും എന്നുള്ള സൂചനകളാണ് അദ്ദേഹം നൽകുന്നത്. ഇതെല്ലാം തന്നെ അടുത്ത 5 മാസത്തേക്കുള്ള പ്രചണ്ഡമായിട്ടുള്ള പ്രചാരണത്തിൻ്റെ തുടക്കമാണ് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. ആ തുടക്കം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് പോറ്റിയെ കയറ്റി എന്ന് പറയുന്ന ഒരു ഗാനം ഇതെടുത്ത് വിവാദമാക്കുമ്പോൾ CPM തന്നെ എന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നതെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. കാരണം മണ്ടത്തരമാണ്, കാരണം ശബരിമല കൊള്ളയും ബാക്കിയുള്ളതൊക്കെ വീണ്ടും ചർച്ചയാവുകയും ഈ പാട്ടുകൾ ആളുകൾ കേൾക്കുകയും ഇത് കുറേ കൂടി വൈറലാവുകയും ഒക്കെ ചെയ്യും എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ CPM വിചാരിച്ചിട്ടുള്ളത് അത് വൈറലായിക്കോട്ടെ, അതൊക്കെ ചർച്ചയായിക്കോട്ടെ, ആ ചർച്ചയാകുന്നതിനോടൊപ്പം ഇത്തരത്തിൽ മതപരമായിട്ടുള്ള യഥാർത്ഥത്തിൽ ശബരിമലയിൽ സ്വർണം കെട്ടതൊരു കറപ്ഷൻ്റെ ഇഷ്യൂ ആണ്, ഒരു കളവിൻ്റെ ഇഷ്യൂ ആണ്, അത് ഇതിൽ മതമൊന്നുമില്ല. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടി മതം കലർത്താനും അയ്യപ്പൻ്റെ ഈ പറഞ്ഞ പോലെ പേരുപയോഗിച്ചു, അതുകൊണ്ട് വലിയ മതവികാരം വ്രണപ്പെട്ടു എന്ന് പറയാനും തൊട്ടടുത്ത സമയങ്ങളിൽ തന്നെ വെള്ളാപ്പള്ളി നടേശൻ വന്ന് മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുകയും ലീഗ് എല്ലാം തട്ടിക്കൊണ്ടുപോവുകയാണെന്നും കോൺഗ്രസിന് പോലും വലിയ പ്രാധാന്യം അടുത്ത UDF ഭരണത്തിൽ ഉണ്ടാവില്ലെന്നും ലീഗിനാണ് വലിയ പ്രാധാന്യം കിട്ടാൻ പോകുന്നതെന്നും 5ാം മന്ത്രി സ്ഥാനത്തിൻ്റെ വിവാദവുമൊക്കെ തന്നെ എടുത്തിട്ട് ഓർമ്മിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ഈ പറയുന്ന പോലെ കൃത്യമായി പറഞ്ഞാൽ LDF അടുത്ത യുദ്ധം ജയിക്കാൻ 3 മാസത്തേക്ക് കൂടിയുള്ള ഈ പറയുന്ന പോലെ 4 മാസം 5 മാസം കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള വലിയ രാഷ്ട്രീയ അജണ്ടയാണ്. അതുകൊണ്ട് ഈ പോറ്റിയെ കയറ്റിയോ എന്ന് പറയുന്ന പാട്ട് മാത്രമായിട്ട് കാണുന്നവർക്ക് അബദ്ധം പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇനി നിരവധി ഇനിയുള്ള തെരഞ്ഞെടുപ്പ് വരെ വരാനുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ഉം UDF-ഉം തമ്മിലുള്ള വ്യത്യാസം 12 ലക്ഷത്തോളം വോട്ടാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ BJPക്ക് കൂടിയതും 12 ലക്ഷം വോട്ടാണ്. ആ പോയത് മുഴുവൻ ഏതാണ്ട് 80% CPM-നും LDF-നും ഒക്കെ കിട്ടേണ്ട വോട്ടുകളാണ്. പ്രത്യേകിച്ചും ഈഴവ കാൻഡിഡേറ്റിൻ്റെ വോട്ടുകൾ, ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകളാണ്. ആ വോട്ടുകളെ തിരികെ കൊണ്ടുവരാൻ കഴിയണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം കൂടി ചെയ്യണം എന്നുള്ള ഒരു തോന്നലിലാണ് CPM ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പോറ്റിയെ കയറ്റിയോ എന്ന് പറയുന്ന ഒരു പാട്ട് മാത്രമായിട്ട് കണ്ടാൽ പോരാ, ഇത്തരത്തിലുള്ള ഒരു സീരീസ്, ഒരു പരമ്പരകൾ ഇനി വരാനിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.